Good evening, all. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, Miss. Good evening, ma'am. Good evening. Okay. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, Sharanya. Okay. ഇന്നാരാ പ്രയർ സോങ് പാടുന്നേ? പ്രയർ സോങ് ആരും റെഡി ആയിട്ടില്ലേ? പറയാം മാം. ഓക്കെ ഓക്കെ. രേഷ്മ. Dear God, I'm very thankful to you giving me such a wonderful life because I see your arts in nature. I'm listening the sound you created in nature. I'm trying to understand your thoughts that I feel it and I'm inhaling the smell of the nature. You assign me to all these works of art. I will always be lucky. Once again, I'm very thankful to you, dear God. ഓക്കെ ഓക്കെ. വെൽ ഡൺ രേഷ്മ, വെൽ ഡൺ. Thank you. ഇപ്പോ നമ്മ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മള് കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞല്ലേ? നിങ്ങൾ കൂടുതൽ ഇൻഫോർമേഷൻസ് സെർച്ച് ചെയ്തൊക്കെ നോക്കിയായിരുന്നോ? Yes, ma'am. Yes, ma'am. നോക്കിയേ. ഓക്കെ, നോക്കി. എന്തൊക്കെ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടി? എങ്ങനെയൊക്കെ അത് സ്പ്രെഡ് ആവും, ഏതൊക്കെ മീഡിയം വഴിയായിട്ടാണ് അത് സ്പ്രെഡ് ആവണേ, പിന്നെ ആരൊക്കെ അത് ഡിസ്കവർ ചെയ്തത്, ഏത് രാജ്യം, അങ്ങനത്തെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടായിരുന്നു. അതൊക്കെ കിട്ടിയല്ലേ? ഓക്കെ. ഡിസീസുമായി ബന്ധപ്പെട്ടിട്ടല്ലേ? അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? അതെ മാം. ആ ഓക്കെ. ഒന്ന് ഷെയർ ചെയ്യാമോ രേഷ്മ? ഇപ്പൊ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ വൈറസ് വഴിയിട്ട് ഏതൊക്കെ രോഗങ്ങളായിരിക്കും ഇപ്പൊ വരും. യെല്ലോ ഫീവർ, ഹെപ്പറ്റൈറ്റിസ് വരാം, പിന്നെ പന്നിപ്പനി, പക്ഷിപ്പനി, അതുപോലുള്ള സാധനം, അതൊക്കെ വെവ്വേറെ. പിന്നെ റൈനോ വൈറസ്, നമുക്ക് ഇപ്പൊ ജലദോഷം എന്ന് പറയുന്നത് റൈനോ വൈറസ് വരുന്നതാണ്. പിന്നെ ചിക്കൻ ബോക്സ്, ചിക്വി വൈറസ് ആണ്. അതുപോലെ പിന്നെ ഇപ്പൊ കുരങ്ങുപനി എന്ന് പറഞ്ഞ ഇപ്പൊ പുതിയതായിട്ട് വരുന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കോഴിക്കോട് അങ്ങനെയാണ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. പിന്നെ നിപ്പ വൈറസ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് അത് ഫസ്റ്റ് മലേഷ്യയിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ബാക്ടീരിയ ഡിസീസ്, ഡിഫ്തീരിയ, ആന്ത്രാക്സ്, അതുപോലത്തെ കുറച്ച്, പിന്നെ കോളറ, ക്ഷയം, അത്. പിന്നെ അതിന് ഫംഗസ് ഡിസീസ് നോക്കിയായിരുന്നു. പിന്നെ പ്രോട്ടോസോവ ഡിസീസും നോക്കിയായിരുന്നു. അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാം, അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. അതായത് ഇപ്പൊ രേഷ്മ ഇപ്പൊ ഇന്നലെ പറഞ്ഞല്ലോ, കുറച്ച് കാര്യങ്ങൾ രേഷ്മ സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിച്ചു. അതായത് എയറിലൂടെയും വാട്ടറിലൂടെയും അതുപോലെ ഫുഡിലൂടെയൊക്കെ എന്താണ് സ്പ്രെഡ് ചെയ്യുന്ന ചില ഡിസീസുകൾ ഉണ്ട് അല്ലെ? അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് ചാർട്ട് ചെയ്യണം. ഏതൊക്കെയാണ് എയറിലൂടെ സ്പ്രെഡ് ആകുന്ന ഡിസീസസ്, ഏതൊക്കെയാണ് വാട്ടറിലൂടെ, ഏതൊക്കെയാണ് ഫുഡിലൂടെ, അങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങൾ ചാർട്ട് ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യണം. ഓക്കെ, എല്ലാവരും ചെയ്യോ? എന്താണ് നിങ്ങൾ എങ്ങനെയാ ആക്ടിവിറ്റി ചെയ്യുന്നേ? എങ്ങനെയാണ് ആക്ടിവിറ്റി ചെയ്യുന്നത്? എങ്ങനെയാ? ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഒരു ബുക്ക് ഉണ്ട്, അതിനകത്ത് എഴുതിയാൽ മതിയോ? അതിനകത്ത് മതി. ഓക്കെ. കാറ്റഗറി തിരിച്ചാണോ? കാറ്റഗറി തിരിച്ചിട്ട് ഇപ്പൊ രോഗ ഡിസീസസ് അതുപോലെ തന്നെ അത് എയറിലൂടെയാണോ അല്ലെങ്കിൽ വാട്ടറിലൂടെയാണോ, അതിന്റെ എന്താണ്, അതിന്റെ രോഗാണു എന്താണ്, ഏതാണ്, ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, ഫംഗി ആണോ, അങ്ങനെയുള്ള പ്രോട്ടോസോ, അങ്ങനെയുള്ള കാറ്റഗറൈസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ. എയറിലൂടെയും വാട്ടറിലൂടെയും വേറെന്താ മിസ്സേ? ഫുഡ് കേട്ടോ. അങ്ങനെ ഒന്ന് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്ലൈഡ് ഒന്ന് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പക്ഷെ
പെട്ടെന്ന് തന്നെ നെറ്റ് കണക്ഷൻ പോയി. അതുകൊണ്ടാണ് പിന്നെ വൈൻഡപ്പിനൊന്നും അങ്ങനെ സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളൊന്ന് ഈ ഒരു ഡിഫ്തീരിയ, പെർട്ടുസിസ് ആൻഡ് ടെറ്റനസ് കേട്ടോ, ആ ഒരു പാരാഗ്രാഫ് മാത്രം ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്തേ. ഇന്നലെ വായിച്ചതാണ്, എന്നാലും ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫിനിഷ് ചെയ്തോ? ഓക്കെ. അപ്പോ ആദ്യത്തേത് ഡിഫ്തീരിയ ആണ് അല്ലെ? ഡിഫ്തീരിയ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഡിഫ്തീരിയ? എന്തെങ്കിലും ഒരു അറിവുണ്ടോ, നോളജ് ഉണ്ടോ ഡിഫ്തീരിയ എന്ന് പറയുന്ന ആ ഒരു ഡിസീസിനെ കുറിച്ചിട്ട്? പറഞ്ഞോളൂ പറഞ്ഞോളൂ. റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്ന ഒന്നാണ് അല്ലെ? ഓക്കെ. പിന്നെ ഡിഫ്തീരിയ ആണ് അത് ഉണ്ടാക്കുന്ന ബാക്ടീരിയ. ബാക്ടീരിയയുടെ പേര്. ഓക്കെ. തൊണ്ടയിലൊക്കെ ഒരു പൂപ്പല് പോലെ വന്ന ടിഷ്യൂസ് ഓക്കെ, ശരിയാണ്, തൊണ്ടയുടെ ഉള്ളിൽ അല്ലെ? പിന്നെ ഓക്കെ. നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഈ ഒരു രോഗം വന്നിട്ടുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലെ കുറച്ചു ഹിസ്റ്ററി പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ക്ലാസ് നമ്മൾ കട്ടായി പോയത്. അപ്പോ ആ ഒരു ഹിസ്റ്ററി ഞാൻ പറയാം, അതെങ്ങനെയാണ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തതെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ലെക്ചർ നോട്ട്സ് ആയിട്ട് ചേർത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് എന്ത് ചെയ്യണ്ടേ? വെറുതെ ലെക്ചർ നോട്ട് എഴുതി മാത്രം പോയാൽ മതിയോ? എന്താ ചെയ്യുന്നേ? നിങ്ങള് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അതായത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുകയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോട്ട്സ് ഇതിനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഞാൻ പറയാൻ പോവാണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാം, ലെക്ചർ നോട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഡിഫ്തീരിയയെ കുറിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് സ്പെയിനിലാണ് കേട്ടോ. സ്പെയിൻ എന്ന് പറയുന്ന ഒരു കൺട്രിയിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഒരു 1630, അതായത് ഒരു 1613 ആയപ്പോഴാണ് ആദ്യമായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യുകയും അവിടെയുള്ള കുട്ടികളില്, അതായത് ചിൽഡ്രൻസില് 80% ഓഫ് ചിൽഡ്രൻസ് എന്താവുകയാണ്, ഈ ഒരു രോഗം മൂലം മരണപ്പെടുകയാണ് ഉണ്ടായത് കേട്ടോ. അതായത് ശ്വാസകോശം, നമ്മുടെ ലങ്സില് അണുബാധ, ഇൻഫെക്ഷൻ വന്നിട്ടാണ് ഈ ഒരു 80% ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ചിൽഡ്രൻസ് അവിടെ ഡെത്ത് ആയത്. ഓക്കെ. അങ്ങനെയാണ്. അപ്പൊ അതായത് കൂടുതൽ ചിൽഡ്രൻസിനെ ഇത് എഫക്റ്റ് ആയപ്പോഴാണ് ഇത് വേൾഡിൽ തന്നെ എന്താണ്, ഈ ഒരു എന്താ പറയാ, ഈ ഒരു രോഗത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു രോഗം എന്ന് പറയുന്ന ആ ഒരു ഇത് കൂടുതലായിട്ട് ജനശ്രദ്ധ ആകർഷിക്കാനായിട്ട് തുടങ്ങിയത്. ഓക്കെ. അതിനുശേഷം ഒരു 18, അപ്പോഴൊന്നും എന്താണ് ഇതിനൊരു വാക്സിൻ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാക്സിൻ ഒന്നും അന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ആ ഒരു പീരീഡ് ആണ്, നിങ്ങൾ ഓർക്കണം അല്ലെ, ഒരു എന്താ പറയാ, ഒരു 1600 എന്നൊക്കെ പറയുമ്പോഴെന്താണ്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാക്സിനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല.
പിന്നീട് ഒരു 1826 ആയപ്പോൾ പ്രിയറി ബ്രട്ടോണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഒരു ഡോക്ടറാണ്. അദ്ദേഹമാണ് ഈ രോഗത്തിന്, അതായത് ഈ ഡിഫ്തീരിയ എന്ന് പറയുന്ന ഈ ഒരു രോഗത്തിന് ആ ഒരു പേരിട്ടത്. ഡിഫ്തീരിയ എന്ന് പറയുന്ന ആ ഒരു പേര് ഇട്ടത്, ആ ഒരു ഇത് നടത്തിയത് ആരാണ്? ഈ ഒരു പ്രിയറി ബ്രട്ടോണി എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. ഇനി അതിനുശേഷം കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഒരു 1884 ഒക്കെ ആയപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു ഈ രോഗത്തിന്റെ രോഗകാരി, അതായത് രോഗാണു ഏതാണെന്ന് അന്വേഷിക്കാനായിട്ട് ആളുകൾ തുടങ്ങി. പല ഡോക്ടേഴ്സും സയന്റിസ്റ്റും ഇതിനു വേണ്ടിയിട്ട് ധാരാളം റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്തു? ഒരു 1884 ഒക്കെ ആയപ്പോൾ ഇതിന്റെ ആ ഒരു രോഗാണുവിനെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. രോഗാണുവിനെ കണ്ടെത്തിയെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ രോഗാണുവിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഈ ഒരു ഡിസീസ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് വാക്സിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആരംഭിക്കുക, അല്ലെ? ഇതിന്റെ ഒരു ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ. അങ്ങനെ ഈ ഒരു ഇതിനെ കണ്ടെത്തിയതിനു ശേഷം, ഈ രോഗാണുവിനെ കണ്ടെത്തിയതിനു ശേഷം അതിന്റെ വാക്സിൻ വികസിപ്പിച്ചു. വാക്സിൻസ് എന്ത് ചെയ്തു? ആളുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഇനി അതായത് ഈ ഒരു രോഗം, ഈ ഒരു ഡിസീസ് എന്ന് പറയുന്നത് രാജ്യങ്ങളിൽ നിന്ന്, കൺട്രീസിൽ നിന്ന് കൺട്രീസിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അമേരിക്കയിലൊക്കെ ഈ രോഗാവസ്ഥ കൂടുതലായിട്ട് കാണപ്പെടാനായിട്ട് തുടങ്ങി ഒരു 1920 ഒക്കെ ആയപ്പോൾ. അങ്ങനെ അമേരിക്കയിൽ ഇതിനെതിരെയുള്ള വാക്സിൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്തു. കുറെ ആളുകൾക്ക് എന്ത് ചെയ്തു? ഈ ഒരു രോഗത്തിനെതിരായിട്ട് ഈ ഒരു വാക്സിൻ, ഡിഫ്തീരിയക്കെതിരായിട്ടുള്ള വാക്സിൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ രോഗം എന്ത് ചെയ്യാൻ തുടങ്ങി? ക്രമേണ ഡിക്രീസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഓക്കെ, അപ്പോ ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിക്ക് മനസ്സിലായി ഈ ഒരു രോഗം നമുക്ക് വാക്സിൻ മൂലം എന്ത് ചെയ്യാം? പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ, അതായത് സൊസൈറ്റിയിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഇന്ത്യയിലെ കേസ് എടുത്താല് 2005 ആണെങ്കിൽ ഒരു ഒരു 8,000 ആളുകൾക്കെങ്കിലും ഇന്ത്യയില് ഡിഫ്തീരിയ രോഗം എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ ഒരു നമ്മുടെ ഈ ഒരു 2016 മലപ്പുറത്തും മറ്റും ഡിഫ്തീരിയ രോഗം റിപ്പോർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് 2020 നമ്മുടെ കൊറോണ ഒക്കെ ആ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫ്തീരിയ വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു രോഗത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാക്സിനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു രോഗത്തെ നമുക്ക് തുടച്ചു നീക്കാനായിട്ട് സാധിക്കുക ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി? ഇതൊരു പാസ്റ്റ് ഹിസ്റ്ററി ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞു തന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു രോഗത്തിലേക്ക് വരാം. എന്താണ് ഈ ഒരു ഇതിന്റെ പ്രത്യേകത? ഏത് ബാക്ടീരിയ ആണ് ഈ ഒരു ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, കൂടാതെ അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ് നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു, വളരെയധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതായത് കുട്ടികളിലാണ് കൂടുതൽ കേട്ടോ. കുട്ടികൾ ഇതിനെ തുടർന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? മരണപ്പെട്ടിട്ടുണ്ട് പണ്ട് കാലത്ത്. കാരണം വാക്സിൻ ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡിസീസിനെ വിളിച്ചിരുന്ന പേരാണ് കില്ലർ ഡിസീസ് കേട്ടോ. കില്ലർ ഡിസീസ് എന്നാണ് ഒരു ഡിഫ്തീരിയ രോഗം അറിയപ്പെട്ടിരുന്നത്. ഇനി ഇതിന് വേറൊരു പേരുണ്ട്, തൊണ്ടമുള്ള എന്നാണ് അറിയപ്പെടുക കേട്ടോ. തൊണ്ടമുള്ള എന്നറിയപ്പെടും, അതാണ് ഡിഫ്തീരിയ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, ഈ ഒരു വാക്സിൻ കണ്ടുപിടിച്ചതിന് ശേഷം ആളുകളില് ഈ ഒരു രോഗത്തിന്റെ തോത് ഇത് ഡിക്രീസ് ചെയ്ത് വന്നു, കുറഞ്ഞു വരികയാണ് ഉണ്ടായത്. ഇനി ഇതിന്റെ ഒരു ബാക്ടീരിയ ഏതാണ്? നേരത്തെ രേഷ്മ പറഞ്ഞല്ലോ, ഏത് ബാക്ടീരിയയാണ് ഡിഫ്തീരിയ ഉണ്ടാക്കുന്നേ? കൊറിനിബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കാരണമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകുന്നത് കേട്ടോ. ഒരു നമ്മുടെ ഈ ഒരു രോഗാണു ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ട് ഒരു 2-5 ഡേയ്സിനുള്ളിൽ ഈ ഒരു നമ്മുടെ ബോഡിയിൽ ഇത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും, ഇൻഫെക്റ്റഡ് ആവും ആള് കേട്ടോ. ആ ഒരു അതായത് ആ ഒരു ഈ ഡിഫ്തീരിയ ബാധിച്ച ഒരു പേഷ്യന്റ് എന്ന് പറയുന്നത് ഫുൾ ബോഡിയിൽ ഇൻഫെക്റ്റഡ് ആവും. ആ ഇൻഫെക്ഷൻ വരുന്നത് 2 തുടങ്ങി അല്ലെങ്കിൽ 2-5 ഡേയ്സിനുള്ളിലാണ് ഇൻഫെക്ഷൻ വരിക. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വെച്ചാല്
ഡിഫ്തീരിയ ബാധിച്ച അല്ലെങ്കിൽ ഡിഫ്തീരിയ ബാധിച്ച ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പേഷ്യന്റ്, ഏതെങ്കിലും മുതിർന്ന ആളോ അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ, ഞാൻ പറഞ്ഞു കുട്ടികളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, ഇപ്പൊ ഡിഫ്തീരിയ ബാധിച്ചൊരു കുട്ടി ചുമയ്ക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, ഡ്രോപ്പ് ഉണ്ടാവുമല്ലോ, അതായത് മൂക്കിൽ നിന്ന് വരുന്ന വെള്ളം, അതുപോലെ തന്നെ വായിൽ നിന്ന് വെള്ളം ഉണ്ടാവുമല്ലോ, ഡ്രോപ്സ് വരുമല്ലോ. ആ ഡ്രോപ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത്. ഓക്കെ, അതിപ്പോ നമുക്ക് നേരിട്ട് കോണ്ടാക്ട് വേണം എന്ന് തന്നെ ഇല്ല. ഇപ്പൊ ഈ കുട്ടി, ഇപ്പൊ ഡിഫ്തീരിയ ഇതായിട്ടുള്ളൊരു കുട്ടി, ആ കുട്ടി ഉപയോഗിച്ച കർച്ചീഫ് അല്ലെങ്കിൽ ആ കുട്ടി ഉപയോഗിച്ച ഗ്ലാസ്, അങ്ങനെയൊക്കെ എന്താണ് മുതിർന്നവര് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താവും, ഈ രോഗം പെട്ടെന്ന് പടർന്നു പിടിക്കും. ഓക്കെ, അപ്പൊ മുതിർന്നവരിലും ഈ രോഗം വരാം. പക്ഷെ മുതിർന്നവരിൽ ഈ രോഗം വരുന്നത് കുട്ടികളിൽ നിന്ന് സ്പ്രെഡ് ആയിട്ടാണ് കേട്ടോ. കുട്ടികൾക്കാണ് മെജോറിറ്റി ഈ ഒരു ഡിസീസ് വരുന്നത്. അവരിൽ നിന്ന് സ്പ്രെഡ് ആയിട്ടാണ് മുതിർന്ന ആളുകളിലേക്കും ഈ രോഗം പിടിപെടുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഡിഫ്തീരിയ ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന വിഷസമാനമായ, അതായത് ടോക്സിക് കണ്ടന്റുകൾ ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യും, 2 അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളില് രോഗം ക്രിട്ടിക്കൽ ആവുമ്പോഴെന്താണ്, ക്രിട്ടിക്കൽ ആകുന്നത് കൂടുതലായിട്ടുള്ള ടോക്സിൻസ്, എന്ത് ചെയ്യും, വിഷസമാനമായിട്ടുള്ള ടോക്സിൻസ് ആണ് ഈ ഒരു ബാക്ടീരിയ പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ പുറപ്പെടുവിച്ചു കഴിഞ്ഞാല് രോഗിയില് രോഗം മൂർച്ഛിക്കാനുണ്ടാവുക, അതായത് ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് രോഗി മാറുകയാണ് ഉണ്ടാവുക കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഇതിന്റെ സിംറ്റംസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സാധാരണ ഒരു ജലദോഷപ്പനി പോലെയാണ് ഈ ഒരു ഇതുണ്ടാവുക. ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഓഫ് സിംറ്റം എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ നമുക്ക് തോന്നും ഒരു എന്താ പറയാ, ഒരു ജലദോഷപ്പനി നമുക്ക് വന്നാണെന്ന് തോന്നും. അങ്ങനെയാണ് ആദ്യം ഉണ്ടാവുക. മൂക്കിൽ നിന്ന് വെള്ളം വരും. നമുക്ക് എങ്ങനെയാണ് ജലദോഷവും പനിയൊക്കെ വരുമ്പോ എങ്ങനെയാ ഉണ്ടാവുക, നമ്മുടെ മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരും. പിന്നെ ചുമ ഉണ്ടാവും നമുക്ക്. പിന്നെ നമുക്ക് എന്താണ്, അതായത് ഉമിനീര് ഇറക്കുമ്പോൾ, അതായത് നമ്മുടെ തുപ്പല് കീഴ്പോട്ട് ഇറക്കുമ്പോൾ നമുക്ക് വേദന, പെയിൻ അനുഭവപ്പെടും. പിന്നെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി, അതായത് ഈ ഒരു ഡിഫ്തീരിയ രോഗമാണെന്ന് ഡോക്ടേഴ്സ് ഉറപ്പിക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത കൊണ്ട് മാത്രമാണ്. അതെന്തായിരിക്കും ആ പ്രത്യേകത, അറിയാമോ ആർക്കെങ്കിലും? തൊണ്ടമുള്ള പറയുന്നതോ? തൊണ്ടമുള്ളെന്നാ പറയണേ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞു, സാധാരണ നമുക്കൊരു ജലദോഷപ്പനി പോലെ ആയിരിക്കും ഇത് ഉണ്ടാവുക. പക്ഷെ ഈ ഒരു പ്രത്യേകത കൊണ്ട് ഇത് ഡിഫ്തീരിയ ആണെന്ന് ഡോക്ടേഴ്സിന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും തൊണ്ടമുള്ളെന്നാ പറയണേ അല്ലെ? അതായത് ഈ ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ആ കുട്ടിക്ക് ചുമയുണ്ട്, പനിയുണ്ട്, ജലദോഷമുണ്ട്, തൊണ്ടവേദനയുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ ഡോക്ടർ എന്ത് ചെയ്യും, കുട്ടിയുടെ വായ തുറന്ന് നോക്കും അല്ലെ. വായ തുറന്ന് നോക്കുമ്പോൾ ഈ തൊണ്ടയുടെ ഭാഗത്തായിട്ട് എന്താണ്, ഉള്ളിൽ എന്തുണ്ടാകും, ഒരു വെള്ള പാൽപ്പാട പോലെയുള്ള ഒരു പാടുണ്ടാകും. നിങ്ങൾക്കത് പിക്ചർ കാണിച്ചു തരാം കേട്ടോ, ഷെയർ ചെയ്യാൻ പറയാം. അപ്പൊ എന്താണ്, നമ്മുടെ വായ തുറന്ന് നോക്കുമ്പോൾ ഒരു വെള്ളം, നമ്മുടെ പാൽപ്പാടയ്ക്കില്ലേ, പാലിന്റെ മീതെ ഉണ്ടാകുന്ന മിൽക്കിന്റെ, കണ്ടിട്ടില്ലേ നിങ്ങള്? പാൽപ്പാട പോലെ എന്തുണ്ടാവും, നമ്മുടെ വായുടെ ഉള്ളിലൊരു സാധനം ഉണ്ടാവും. അതുണ്ടെങ്കിലാണ് എന്ത് ഉറപ്പിക്കുന്നത്, അത് ഡിഫ്തീരിയ ആണെന്ന് ഡോക്ടേഴ്സ് ഉറപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പൊ സാധാരണ സ്വാബ് എടുത്തിട്ടാണ്, അതായത് തൊണ്ടയിലെ ആ ഉമിനീർ ഇതെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് ടെസ്റ്റിന് അയക്കുന്നത് അല്ലെ. അതായത് ഇത് ഈ ഒരു ഡിഫ്തീരിയ ആണെന്ന് നമുക്ക് ഉറപ്പിക്കണമല്ലോ, സ്ഥിരീകരിക്കണമല്ലോ. അപ്പൊ അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഡോക്ടേഴ്സ് അത്ര നേരമൊന്നും വെയിറ്റ് ചെയ്യാറില്ല ഈ ഒരു ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നതിന്. കാരണം വായ തുറന്ന് നോക്കിയാൽ ഒരു പാടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇത് ഡിഫ്തീരിയ ആണെന്ന് കേട്ടോ. അപ്പൊ സാധാരണ ഒരു ജലദോഷ പനിയിൽ നിന്ന് നമുക്ക് ഇതിനെ ഡിഫ്തീരിയ ആണെന്ന് വേർതിരിച്ച് കാണിക്കാൻ സാധിക്കുന്നത് ഈ ഒരു പാട തൊണ്ടയിൽ ഉണ്ടെങ്കിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ തൊണ്ടമുള്ള എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ സാധാരണ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ചില വിഷസമാനമായിട്ടുള്ള ടോക്സിനുകളാണ് ഇതിന്റെ ഈ രോഗാവസ്ഥ
മൂർധന്യത്തിലാക്കുന്നത്. അതായത് ഒരു ഡിഫ്തീരിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ആ കുട്ടിയിൽ രോഗം മൂർച്ഛിക്കുന്നത് അതിന്റെ ടോക്സിൻസ് ബോഡിയിൽ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഈ ചുമയും ജലദോഷവും മാത്രമല്ല ഉണ്ടാവുക. അങ്ങനെ കൂടുതലായിട്ട് ആ രോഗം തീവ്രമാകുമ്പോൾ എന്താണ്, രോഗിയില് തലവേദന ഉണ്ടാവാം, ഛർദി ഉണ്ടാകാം, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റിൽ എന്തുണ്ടാവാം, വേരിയേഷൻ ഉണ്ടാവാം. ഓക്കെ, പിന്നെ എന്താണ്, നമ്മുടെ കൈയും കാലും ഒക്കെ എന്താണ് തളർന്ന് നമ്മ ഒരിടത്ത് കുഴഞ്ഞു വീഴാനായിട്ട് അങ്ങനെയുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു സ്റ്റേജിലാണ് എന്ത്, ഡിഫ്തീരിയ കൂടിയാൽ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ ശ്വാസം, അതായത് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ, റെസ്പിറേറ്ററി, ഇതിനൊക്കെ നമ്മുടെ എന്ത് ബാധിക്കും, ഈ ഒരു ഡിഫ്തീരിയ കൂടിയ സ്റ്റേജ്, അതായത് കൂടുതലായിട്ടുള്ള ഇതിൽ വന്നാല് നമ്മുടെ റെസ്പിറേറ്ററി, ലങ്സ്, അങ്ങനെയുള്ള എല്ലാ തരം അവയവങ്ങളെയും എന്ത് ബാധിക്കും, ഈ ഒരു രോഗം ബാധിക്കും. അതുപോലെ തന്നെ സൗണ്ടിൽ എന്ത് വരും, വ്യത്യാസം വരും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ മേജർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ ഒരു ഡിഫ്തീരിയയിൽ നിന്ന് അത് ക്രിട്ടിക്കൽ ആവുന്ന തരത്തിലുള്ള മേജർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, ക്ലിയർ ആണോ സിംറ്റംസ്? ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, ഇനി ഇത് സാധാരണ കുട്ടികളിലാണ് കണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അതായത് 2 വയസ്സിൽ, ബിലോ 2 ഇയേഴ്സിന്. പറഞ്ഞോ. ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഈ ടോൺസിലേറ്റും ഈ ഡിഫ്തീരിയയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലില്ല, അത് വേറെയല്ലേ, ടോൺസിലൈറ്റിസ് വേറെയല്ലേ, അതുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. ഇല്ല. ഇങ്ങനെ തൊണ്ടവേദനയും ഒക്കെയാണല്ലോ, ഉമിനീരിറക്കുമ്പോ വേദനയും അങ്ങനെയൊക്കെ ഉള്ള ഇതിന്റെ ലക്ഷണം. അത് പക്ഷെ ഇത് അതുമായിട്ടല്ല, ഇത് വേറെയാണ് കേട്ടോ. നമ്മുടെ അതായത് ഇത് കണ്ടുപിടിക്കാനുള്ള പെട്ടെന്നുള്ള മാർഗം എന്ന് പറയാൻ, നമ്മുടെ വായ പൊളിച്ചു നോക്കുമ്പോൾ ആ ഒരു വെള്ളപ്പാട് അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാവും കേട്ടോ. ഇതാണ് കണ്ടുപിടിക്കുക, പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം, ഡയഗ്നോസ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് അങ്ങനെയാണത് കേട്ടോ. ഓക്കെ, അപ്പൊ ബിലോ 2 ഇയേഴ്സിന് ഇതിലുള്ള കുട്ടികൾക്കാണ് എന്ത്, 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. ഓക്കെ, ഇനി കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് മുതിർന്നവർക്കും എന്ത് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാം അല്ലെ. കുട്ടി എന്താണ് ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ആ വരുന്ന ആ ഒരു ഡ്രോപ്സിലൂടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആളുകൾക്കോ എന്ത് ചെയ്യാം, ഈ രോഗം സ്പ്രെഡ് ചെയ്യും. ഓക്കെ, പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാക്സിനേഷനിലൂടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രോഗം വരാതെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. 90 to 95% എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള വാക്സിൻ കൊടുത്താല് ഈ രോഗത്തെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതായത് ഈ ഒരു വാക്സിൻ കൊടുക്കണമെന്ന് പറയുന്നത്, ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇത് സ്പെയിനില് ഇത് കണ്ടുപിടിച്ചപ്പോൾ, ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ അവിടെയുള്ള 80% കുട്ടികളും ഈ ഒരു രോഗം മൂലമാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ്. പ്രോപ്പർ വാക്സിനേഷൻ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ രോഗത്തെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 90-95% ആണ് പ്രിവെന്റ് ചെയ്യാനുള്ള സാധ്യത. ഓക്കെ, ഇത്രയുമാണ്. പിന്നെ ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് വരാം, മുതിർന്നവരിലൊക്കെ ആണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാം, ന്യൂമോണിയ വരാം. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസും എന്തുണ്ട്, നമ്മളിപ്പോ ഡിഫ്തീരിയ എന്ന് നമ്മൾ കേൾക്കുന്നതല്ലാതെ, അതിന് വാക്സിൻ ഉണ്ട്, നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നതല്ലാതെ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അധികം നോളജ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിംറ്റംസ്, അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത്. ഇനി ഈ സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ, ഹലോ മാം, വൈകിയാണ് കേറിയത്, റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നേ. അപ്പൊ ഈ ഡിഫ്തീരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ചെറിയ കുട്ടികളില്ലേ, കുട്ടികളെ വെള്ള ഒരു ഇതുപോലെ പാട ഒരു ഇതായിട്ട് കാണുമല്ലോ, അതാണോ ചെറിയ കുട്ടികൾ ഫീഡിങ് സമയത്തൊക്കെ? ചെറിയ കുട്ടികളിൽ പാട പോലെ ഉണ്ടാകും, അതാണ് അതിന്റെ മേജർ ആയിട്ടുള്ള ഒരു, അതായത് വേറൊരു സാധാരണ ഒരു പനിയിൽ നിന്ന് ചുമയിൽ നിന്നൊക്കെ നമുക്ക് വേർതിരിച്ച് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു പാട പോലെയാണ് ഉണ്ടാവും. പിന്നെ കുറച്ചും കൂടി നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ, നമ്മുടെ സ്വാബ് അല്ലെ, നമ്മുടെ തൊണ്ടയിൽ നിന്ന് സ്രവ് എടുത്തിട്ട് അവരെന്ത് ചെയ്യാണ്, ടെസ്റ്റിന് അയച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഫ്തീരിയ ആണെന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ നസീമ? ഓക്കെ മാം, താങ്ക്സ്. ഓക്കെ, അപ്പോ
ഇതിന്റെ വാക്സിൻ എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങൾ ഈ സ്ലൈഡ് വായിച്ചതല്ലേ? ഏതായിരിക്കും വാക്സിൻ? DPT വാക്സിൻ ആണ് അല്ലെ കൊടുക്കുന്നത് അല്ലെ? DPT വാക്സിൻ ആണ്. DPT വാക്സിൻ എന്ന് പറയുന്നത് ഡിഫ്തീരിയയ്ക്ക് മാത്രമല്ല, പെർട്ടുസിസ് അല്ലെ, വൂഫിംഗ് കഫ്, അതുപോലെ തന്നെ ടെറ്റനസ്, ലോക്ജോ, ഈ 3 രോഗങ്ങൾക്കെതിരെയുമാണ് ഈ ഒരു വാക്സിൻ കൊടുക്കുന്നത്. അപ്പൊ കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഒരു 6ാമത്തെ ആഴ്ച, ഫസ്റ്റ് ഡോസ് കേട്ടോ, 6th വീക്കിലാണ് ആദ്യത്തെ ഡോസ് കൊടുക്കുന്നത്. ഓക്കെ, 6th വീക്ക് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അല്ലേ? നിങ്ങളൊക്കെ കൊണ്ടുപോയിട്ടില്ലേ കുട്ടീനെയും കൊണ്ട്? അപ്പൊ 6th വീക്കിലാണ് ആദ്യത്തെ കൊടുക്കുന്നത്. രണ്ടാമത്തേത് 10th വീക്ക് കേട്ടോ, 10th വീക്കിൽ രണ്ടാമത്തേത് കൊടുക്കും. ആൻഡ് തേർഡ് കൊടുക്കുന്നത് 14th വീക്കിലാണ് കേട്ടോ, 14th വീക്കില്. അപ്പൊ കുട്ടി ജനിച്ച് 6th വീക്ക്, 10th വീക്ക് ആൻഡ് 14th വീക്ക്. ഇങ്ങനെ ഈ 3 ഡോസ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് പ്രൈമറി ഡോസ് എന്ന് പറയുന്നത് കേട്ടോ. DPT വാക്സിനേഷന്റെ ആദ്യത്തെ 3 ഡോസിനെയാണ്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ 3 ഡോസിനെയാണ് ഇതിന്റെ പ്രൈമറി ഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആഫ്റ്റർ, അതിനുശേഷം എന്താ ചെയ്യാ? ഇതിന് ബൂസ്റ്റർ ഡോസ് കൊടുക്കും. ഈ ഒരു പ്രൈമറി ഡോസിന് ശേഷം പിന്നീട് കുട്ടിക്ക് എന്ത് കൊടുക്കും? ഇതിന്റെ ഒരു ബൂസ്റ്റർ ഡോസ് കൊടുക്കും. അതെങ്ങനെയാ കൊടുക്കുന്നേ? ഒരു 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയിൽ കൊടുക്കും. പിന്നെ 4 വയസ്സിന്റെ ആ ഒരു ഏജിൽ കൊടുക്കും. അതുകൂടാതെ 12 to 40 അല്ലെ, ആ ഒരു ഏജിൽ എന്ത് കൊടുക്കും? കുട്ടിക്ക് ഈ ഒരു ബൂസ്റ്റർ ഡോസ് കൊടുക്കും കേട്ടോ, DPT വാക്സിൻ. അങ്ങനെയാണ് ഇതിന്റെ ഒരു വാക്സിനേഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം, അതായത് പ്രോപ്പർ ആയിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയാണ് അത് കൊടുക്കുന്നത്. ഇനി ഡിഫ്തീരിയ ഇപ്പൊ ഞാൻ പറഞ്ഞു, കറന്റ്ലി നമ്മുടെ എന്താണ്, ഇപ്പൊ ഞാൻ പറഞ്ഞു എത്രയാണ്, ഒരു 2019 അല്ലെങ്കിൽ 20 ആ ഒരു കൊറോണയുടെ ഒക്കെ സമയത്ത് ഡിഫ്തീരിയ കേസുകൾ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കുടുംബത്തിലെ തന്നെ, ഒരു ഫാമിലിയിൽ തന്നെ 5 പേരെന്താണ് ഡിഫ്തീരിയ ബാധിച്ച് മരിക്കുകയുണ്ടായി. അപ്പോ അങ്ങനെയുള്ള ഒരു കേസില്, അതായത് നമ്മുടെ നാട്ടില് കൂടുതലായിട്ട് ഡിഫ്തീരിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏരിയാസിൽ എന്ത് ചെയ്യും? 10 വർഷം കൂടുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? DT വാക്സിൻ എടുക്കും കേട്ടോ. DT വാക്സിൻ ആണ് എടുക്കുന്നത്. അതായത് ഡിഫ്തീരിയയ്ക്കും ടെറ്റനസിനും വേണ്ടി മാത്രം, പെർട്ടുസിസ് അതിനകത്ത് പെടുന്നില്ല. ഓക്കെ, 10 വർഷം കൂടുമ്പോൾ, ആഫ്റ്റർ ഓരോ 10 years കൂടുമ്പോഴാണ് ഇങ്ങനെ ആ ഒരു ഇഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാത്രം അവിടുത്തെ കുറച്ച് ആളുകൾക്ക് എന്ത് ചെയ്യും? ഈ ഒരു വാക്സിൻ എടുത്തു വരാറുണ്ട്. ഓക്കെ, അതാണ് പറയാനുള്ളത്. ഇനി ഓഫ്കോഴ്സ് ഞാനിപ്പോ പറഞ്ഞു 6th വീക്ക്, അതുപോലെ 10th വീക്ക്, അങ്ങനെയുള്ള വീക്സ് ഞാനിപ്പോ പറഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഈ ഒരു DPT വാക്സിൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമില് എടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. ഇതുവരെ കുട്ടിക്ക്, അതായത് ഇപ്പോ കുട്ടി ജനിച്ച് ഒരു 2 വയസ്സൊക്കെ ആയെന്ന് വിചാരിക്കാം, ഇതുവരെ, അതായത് ആ കുട്ടിയുടെ 6th വീക്കിലും 10th വീക്കിലും 14th വീക്കിലും ഒക്കെ ഉള്ള ആ ഒരു വാക്സിനേഷൻ നടന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് എപ്പോഴാണ് ഒരു വാക്സിൻ കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആർക്കെങ്കിലും അറിയാമോ അതിനെ കുറിച്ചിട്ട്? അറിയാമോ? എന്താ മാം 6th വീക്കിലും? 6th വീക്കിലും ഞാൻ പറഞ്ഞു, സാധാരണ കുട്ടികൾക്കാണെങ്കിൽ 6th വീക്കിലും 10th വീക്കിലും 14th വീക്കിലുമാണ് നമ്മൾ കൊടുത്തു വരുന്നത് അല്ലെ, പ്രൈമറി ഡോസ്. ഇനി എന്തെങ്കിലും ഒരു കാരണവശാല് കുട്ടിക്ക് അത് കൊടുത്തിട്ടില്ലെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ചെയ്യാം? നമ്മള് 1.5 വർഷത്തിന്റെ അതാണ് കൊടുക്കുമ്പോ. 1.5 വർഷത്തിന്റെ അല്ല, ഇതിങ്ങനെ ഈ ഒരു ഇത് ആ കുട്ടിക്ക് മിസ്സായി എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടിക്ക് ഫസ്റ്റ് വാക്സിൻ 3 വയസ്സിന് ശേഷം കൊടുക്കും. എന്താ? 3 വയസ്സിന് ശേഷം വീണ്ടും എടുക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ അതായത് ഈ കുട്ടിക്ക് എന്താണ് ഫസ്റ്റ് വാക്സിൻ എടുത്തെന്ന് വിചാരിക്കുക. അതായത് ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് ഫസ്റ്റ് വാക്സിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം 4 ആഴ്ച ഇടവിട്ട് എന്ത് ചെയ്യണം? ബാക്കി 2 കൊടുക്കണം. അങ്ങനെ ആദ്യത്തെ പ്രൈമറി ഡോസ് അവിടെ കഴിയും. ഓക്കെ, 3 സ്റ്റെപ്പുകളായിട്ട് നമ്മൾ കൊടുത്ത ആദ്യത്തെ പ്രൈമറി ഡോസ് കഴിയുന്നത് ആദ്യത്തെ വാക്സിൻ കൊടുത്തതിന് ശേഷം ഒരു 4 വീക്കിന്റെ ഇന്റർവെൽ എടുത്തിട്ട് അടുത്ത 2 കൊടുക്കും. ഇനി ബൂസ്റ്റർ ഡോസ് കുട്ടിക്ക് കൊടുക്കുമ്പോൾ, അതായത് മിസ്സായതാണ്, ഇതൊക്കെ കുട്ടിക്ക് മിസ്സായതാണ് അല്ലെ. അപ്പൊ ബൂസ്റ്റർ ഡോസ് നമ്മൾ കൊടുക്കുമ്പോൾ 6 മാസം കൂടുമ്പോൾ 5 ബൂസ്റ്റർ ഈ കുട്ടിയിൽ അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് കുട്ടികൾക്ക് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ.
ഒന്നും കൂടി ഞാൻ പറയാം. അതിന്റെ ഫസ്റ്റ്, അതായത് ഇതുവരെ ഒരു കുട്ടിക്ക് ഈ ഒരു വാക്സിൻ എടുത്തിട്ടില്ല എങ്കിൽ ആദ്യത്തെ വാക്സിൻ എടുത്തതിന് ശേഷം 4 വീക്ക് ഇന്റർവെൽ എടുത്തിട്ട് അടുത്ത 2 വാക്സിൻസ് കൊടുക്കും. അതിനുശേഷം 6 മാസം ഇടവിട്ട് 5 ബൂസ്റ്ററുകളായിട്ടാണ് ഈ കുട്ടിക്ക് ഇത് കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ മാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവാത്തൊന്നുമില്ലല്ലോ? മനസ്സിലായി അല്ലേ? ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു തൊണ്ടയിലെ സ്വാബ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് അല്ലെ, ഡിഫ്തീരിയ ആണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പൊ കൾച്ചർ ടെസ്റ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു രോഗം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഡിഫ്തീരിയ ആണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ആന്റിബയോട്ടിക്സ് ആണ്, ട്രീറ്റ്മെന്റ് ആണ് ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. ആന്റിബയോട്ടിക്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പെൻസിലിൻ, അതുപോലെ തന്നെ എറിത്രോമയാസിസ് അങ്ങനെയുള്ള ടാബ്ലറ്റ്സുകൾ രോഗിക്ക് നമ്മൾ കൊടുക്കും. പിന്നെ ഡിഫ്തീരിയ അതായത് ഡിഫ്തീരിയ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുമായിട്ട് നമ്മൾ ഇടപഴകിയെന്ന് വിചാരിക്കാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മൾ പോയെന്ന് വിചാരിക്കാം. ആ ബർത്ത്ഡേ പാർട്ടിയിൽ ആ കുട്ടിക്ക് എന്താണ് ഡിഫ്തീരിയ ആണെന്ന് വിചാരിക്കുക. കാരണം സിംറ്റംസ് ഒന്നും ഇല്ല ആ ഒരു സമയത്ത്, നമ്മൾ ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് കാര്യമായിട്ടുള്ള സിംറ്റംസ് ഒന്നുമില്ല. പക്ഷെ എന്താണ്, എല്ലാവരും ആ കുട്ടിയായിട്ട് ഇന്ററാക്ട് ചെയ്യാണ് അല്ലെ, ബർത്ത്ഡേ ബോയ് ആണ്, അതുകൊണ്ട് എന്താണ് എല്ലാവരും ഇന്ററാക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ഈ കുട്ടിക്ക് ഈ ഒരു ഡിഫ്തീരിയ ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള സമയത്ത് എന്താണ്, നമ്മൾ ഈ കുട്ടിയുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമ്മളിലേക്ക് എന്ത് വരാം, ഈ രോഗം പിടിപെടാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്ത് ചെയ്യണം, എറിത്രോമയാസിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്. ആ ടാബ്ലറ്റ് ഒരു 10 days നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രോഗത്തെ നമ്മൾക്ക് 90% എന്ത് ചെയ്യാം, പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്താലാണ് ഈ എറിത്രോമയാസിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് നമ്മൾ ഒരു 10 days കഴിക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത്, ഡിഫ്തീരിയയെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്, ഒന്ന് പറഞ്ഞേ. ഡൗട്ട് ചോദിച്ചോട്ടെ? ആ, അതിപ്പോ ഈ DPT എന്നുള്ള വാക്സിൻ ഇമ്മ്യൂണൈസേഷനിൽ എടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് മാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ DPT എന്നുള്ള ഒരു വാക്സിൻ കൊടുത്തിട്ടുണ്ട്. അത് 16 to 24 months ഫസ്റ്റ് ഡോസ് കൊടുത്തേക്കുന്നത് ആണല്ലേ? ഇപ്പത്തെ പുതിയതാണോ എനിക്കറിയില്ല. പുതിയത് അന്ന് മാം പറഞ്ഞത് വ്യത്യാസമുണ്ട്, ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലെന്ന് അന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ അത് ചിലപ്പോ വ്യത്യാസം വന്നിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ ഒന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുള്ളൂ എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് അറിയാലോ, കുട്ടികൾക്ക് ഉള്ളതാണല്ലോ, കാർഡിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞാനത് പറയാൻ കാരണം എന്റെ കൊച്ചിന് ഇതുപോലെ കറക്റ്റ് സമയത്തല്ല വാക്സിൻ എടുത്തത്. കാരണം 6 മാസം കഴിഞ്ഞിട്ടാണ് 6 month വീക്കിലേക്കെല്ലാം ഇങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എടുത്തെടുത്ത് വന്നേക്കണത്. എടുത്തതല്ലേ? ഓക്കെ. അപ്പൊ അത് ഈ ഇപ്പൊ മാം പറഞ്ഞപ്പോ എനിക്ക് ഡൗട്ട് വന്നത് ഞാൻ ചോദിച്ചേ. ഒന്നും കൂടി ഒന്ന് ആ ഡൗട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പറയോ അടുത്ത ക്ലാസ്സില്? ഒന്ന് നോക്കാം, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാലോ. ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ആരെങ്കിലും ഇതിനെ കുറിച്ചിട്ട്? നിങ്ങളുടെ ഏരിയയിലൊന്നും ഡിഫ്തീരിയ ഇതുവരെ റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല? മലപ്പുറം സൈഡിൽ നിന്നൊന്നും ആരുമില്ല അല്ലേ? ഉണ്ട്, മലപ്പുറത്തുനിന്നുണ്ട്. പക്ഷെ ഇവിടെ അടുത്തൊന്നും ഡിഫ്തീരിയ ഇതായിട്ടില്ല, ഉണ്ടായിട്ടില്ല അല്ലെ? പക്ഷെ ഉണ്ടായിരുന്നല്ലോ, റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ, അവിടെയല്ലേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ കേട്ടിട്ടില്ല അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇതെന്താണ്, നിങ്ങൾ എന്ത് ചെയ്തതിനു വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങള് എന്താ നിങ്ങളുടെ ഒപ്പീനിയനിൽ പറയാനുള്ളത്? ഈ ഒരു രോഗം നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ആരും പറയുന്നില്ലല്ലോ, ഒന്ന് ആക്ടിവിറ്റി ആവ്, വേഗം പറ. വാക്സിനേഷൻ എടുക്കുന്നത് നല്ലതാണ് എപ്പോഴും. പക്ഷെ ഞാൻ എന്റെ മൂത്ത മോനിക്ക് എടുത്തത് 1.5 വയസ്സിന് ശേഷമാണ്. കാരണം ചെറുപ്പത്തിലൊക്കെ ആവുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ എന്ത് കൊടുത്താലും നമ്മളിപ്പോ ശ്വാസം കിട്ടാത്ത പോലെ കരയും. ഫസ്റ്റ് വെറുതെ കരയുന്നതാണ് കുട്ടി.
അപ്പം അത് കൊടുക്കുമ്പോ ഒരു പേടിയായിരുന്നു, ഫസ്റ്റത്തെ മോനല്ലേ, അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതെല്ലാം അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചകളൊക്കെ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ വിട്ട് ഗ്യാപ്പ് വിട്ടിട്ട് അങ്ങനെയാണ് കൊടുത്തത്, കൊടുത്തത്. മാസങ്ങളാണ് കൊടുത്തത്. ഓക്കെ ഓക്കെ. കുട്ടികൾക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി നല്ലത് തന്നെയാണ് ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അത് കൊടുക്കാത്ത കുട്ടികളും വാക്സിൻ കൊടുക്കാത്ത കുട്ടികളും കൊടുത്ത കുട്ടികളും നല്ലോണം വ്യത്യാസമുണ്ട്. അതിന്റെ രോഗപ്രതിരോധ ശേഷിയാണെങ്കിലും ഒക്കെ മാറ്റങ്ങളുണ്ട് അതില്. അതെ അതെ. ഓക്കെ ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു അവയർനെസ് കിട്ടിയല്ലോ എങ്ങനെയാണ്. പിന്നെ ഇപ്പോ ആരിഫ പറയുന്ന അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വീക്കുകളും കാര്യങ്ങളും ഒക്കെ ആരിഫിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരാനായിട്ട്. അപ്പൊ നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്ത ഒരു ഡിസീസ് ഏതാ? നമ്മള് ഡിഫ്തീരിയ കഴിഞ്ഞാല് പെർട്ടൂസിസ്. പെർട്ടൂസിസ് അല്ലെ? പെർട്ടൂസിസ് അഥവാ വൂപ്പിംഗ് കഫ് അല്ലെ? വില്ലൻ ചുമ. ഓക്കെ, വില്ലൻ ചുമ അല്ലെ? അപ്പൊ പേര് പോലെ തന്നെ എന്താണ്, ചുമയാണ് എന്ത് അപകടകാരിയായിട്ട് വരുന്നത് കേട്ടോ ഇതിനകത്ത്. ഓക്കെ. അപ്പോ ഈ വില്ലൻ ചുമ എന്ന് പറയാവുന്ന കാരണം ഒരു 100 ദിവസമാണ് എന്ത് ചെയ്യുന്നേ ഈ ഒരു ചുമ നമുക്ക് നീണ്ടു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പെർട്ടോസിസ് അഥവാ വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നത് കേട്ടോ. വില്ലൻ ചുമ എന്ന് പറയാൻ കാരണം അതാണ്. ഈ ഒരു ഡിസീസസ് എന്താണ് കുട്ടികളിൽ തന്നെയാണ് ഇത് കണ്ടുവരുന്നത്. ഓക്കെ. ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ചെറിയ ചുമയിലാണ് ഇത് തുടങ്ങുന്നത്. ചെറിയ ചുമയിൽ തുടങ്ങിയിട്ട് വളരെ വലിയ രീതിയിൽ നിർത്താതെ ചുമക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിർത്താതെ ചുമയ്ക്കും, ഒടുവില് ചുമച്ച് ഛർദിക്കുകയും ചെയ്യുന്നു. അതായത് നമ്മൾ സാധാരണ കാണുന്ന ചുമയല്ല. കുട്ടി എന്ത് ചെയ്യും, അതായത് ഈ ഒരു പെർട്ടൂസിസ് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, ഒരു ചൈൽഡ് ആണെങ്കിൽ, ആ കുട്ടി എന്ത് ചെയ്യും, നിർത്താതെ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന് ചില സിംറ്റംസ് ഉണ്ട്, കാരണം നമുക്ക് പല ചുമകളും ഉണ്ട്. അപ്പൊ ഇത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ചില സിംറ്റംസ് ഉണ്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് നിർത്താതെയുള്ള ചുമയാണ്. പിന്നെ ചുമച്ച് നമ്മള് ലാസ്റ്റ് ഛർദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട അതായത് നമ്മൾ ഒരു ബാക്ടീരിയ, അതായത് ബാക്ടീരിയ ഡിസീസ് ആണത്. ഒരു ബാക്ടീരിയയാണ് ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്യിക്കുന്നത്. ഏതാണ് ആ ബാക്ടീരിയ? പെർട്ടൂസിസ്. നോക്കിയായിരുന്നില്ലേ നിങ്ങള്? പെർട്ടൂസിസ് വാക്സിൻ ഏതാ അറിയില്ല? ഓക്കെ, ബോർഡല്ല പെർട്ടൂസിസ് കേട്ടോ. ബോർഡല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഈ ഒരു പെർട്ടൂസിസ് എന്ന് പറയുന്ന ആ ഒരു ഡിസീസ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ സാധാരണ ജലദോഷപ്പനി പോലെ തന്നെ എന്താണ് നേരിയ പനി ഉണ്ടാകും, പിന്നെ മൂക്കൊലിപ്പ് ഉണ്ടാകും, പിന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള സൗണ്ട് ഉണ്ടാകും. ഓക്കെ. കുട്ടികളാണെങ്കിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് സഹിക്കാനൊന്നും പറ്റില്ല അല്ലെ? അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കുന്നതൊന്നും നമുക്കൊന്നും കണ്ടു നിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഭയങ്കരമായിട്ട് കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് ഈ ഒരു പെർട്ടൂസിസ് എന്ന് പറയുന്നത്. പിന്നെ ചില കേസുകളിൽ നമ്മുടെ ബോഡിയിൽ ബ്ലൂ കളറിൽ എന്ത് ചെയ്യാം, ആ ഒരു നിറം കാണപ്പെടാം. അതായത് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു ബ്ലൂയിഷ് കളറിലായിരിക്കും ഉണ്ടാവുക, ബ്ലൂ കളർ ആയിരിക്കും ഉണ്ടാവുക. ഇതൊക്കെയാണ് ഈ ഒരു രോഗത്തെ നമ്മൾക്ക് വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇനി 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഈ രോഗം പിടിപെടുന്നതെങ്കിൽ അത് കുറച്ച് ക്രിട്ടിക്കൽ ആവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ, പെർട്ടൂസിസ് 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണെങ്കിൽ. ഇനി ഈ ഒരു രോഗം കഠിനമാകുന്നതെന്ന് വെച്ചാല് ചുമ ഇങ്ങനെ, അതായത് നിർത്താതെ നമ്മളിങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇങ്ങനെ നിർത്താതെ നമ്മൾ ചുമച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ബ്രെയിനിൽ എന്തുണ്ടാവും, രക്തസ്രാവം ഉണ്ടാവും അല്ലെ? അതായത് ആ ഒരു ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും നമ്മുടെ തലച്ചോറില്. അതുകൊണ്ട് തന്നെയാണ് മരണപ്പെടാനുള്ള സാധ്യതയും കൂടുന്നത് ആ ഒരു ഇതുണ്ടാവുമ്പോൾ. അതായത് ഇങ്ങനെ നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വേളയിൽ എന്തുണ്ടാവും, നമ്മുടെ ബ്രെയിൻ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ മരണപ്പെടാനും സാധ്യതയുണ്ട്. ഇനി അത് കൂടാതെ കണ്ണിലും പിന്നെ തൊലിക്ക് പുറമെയുള്ള രക്തസ്രാവം ഉണ്ടാകുന്നത്. കണ്ണിലും ചോര ഉണ്ടാവും, ബ്ലഡ് കണ്ണിൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ എന്താണ് ബ്ലഡിന്റെ ഒരു ഇത് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള, അതായത് രോഗം കഠിനമാകുന്ന പേഷ്യൻസിനാണെങ്കിൽ വെന്റിലേറ്റർ ചികിത്സ അത്യാവശ്യമായിട്ട് വരും കേട്ടോ. വെന്റിലേറ്റർ ചികിത്സ അത്യാവശ്യമായിട്ട് വരും. പിന്നെ ഈ ഒരു രോഗവും സ്പ്രെഡ് ചെയ്യുന്നത് രോഗി എന്താണ് തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ ആ ഒരു ഡ്രോപ്സിലൂടെയാണ് മറ്റാളുകളിലേക്ക് എന്ത് ചെയ്യുന്നത്
ഈ ഒരു രോഗം സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സിംറ്റംസ് കാണുന്ന കാലയളവ്, അതായത് ആ ഒരു കാലയളവും അതുപോലെ തന്നെ ആ ഒരു പീരീഡും മറ്റുള്ളവരിലേക്ക് ഈ രോഗം സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് 7 to 40 ഡേയ്സിനുള്ളിലാണ്. 7 തുടങ്ങി 14 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു രോഗം എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ആകുന്നത് മറ്റുള്ളവരിലേക്ക് കേട്ടോ, സിംറ്റംസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ബോർഡല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇത് ഉണ്ടാക്കുന്നത്. ആ ബാക്ടീരിയ നമ്മുടെ മൂക്ക് മുതല് നമ്മുടെ ശ്വാസനാളങ്ങളുടെ ലങ്സ് വരെ എന്താണ് ഈ ബാക്ടീരിയകൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നിർത്താതെ നമ്മൾ ചുമച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ ബാക്ടീരിയയുടെ പ്രസൻസ് നമുക്ക് നമ്മുടെ നോസ് തുടങ്ങി നമ്മുടെ ലങ്സ് വരെ ഉണ്ടാകും, വ്യാപിച്ചിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പനിയും ജലദോഷവും മാത്രമേ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴാണ് നമുക്ക് ചുമ വരുന്നത്. ഓക്കെ, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചുമ ഉണ്ടാവുന്ന സെക്കൻഡ് സ്റ്റേജിലാണ്. ഇനി തേർഡ് സ്റ്റേജ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തില് പാടുകൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും. രോഗം സീരിയസ് ആവുന്നത് ആ ഒരു സ്റ്റേജിലാണ്. ഇനി ഈ ഒരു തൊണ്ടയിൽ നിന്ന്, നമ്മൾ നേരത്തെ ഡിഫ്തീരിയ പറഞ്ഞ പോലെ തന്നെ തൊണ്ടയിൽ നിന്നുള്ള സ്വാബ് എടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റിന് അയക്കുന്നത്. ഓക്കെ, പിന്നെ DTP വാക്സിൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു DPT വാക്സിൻ ആണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിവെൻഷൻ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ പെന്റാവാലന്റ് വാക്സിൻ നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ DTaP എന്ന് പറയുന്ന വാക്സിൻ കൊടുക്കും. ഇനി TDAP എന്ന് പറയുന്ന വാക്സിനും ഈ ഒരു ട്രീറ്റ്മെന്റിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് TDAP എന്ന് പറയുന്ന ഒരു വാക്സിൻ മുതിർന്നവരിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, കുട്ടികളിലല്ല. കുട്ടികളിലാണ് നമ്മൾ പെന്റാവാലന്റ് വാക്സിനും DPT വാക്സിനും DTaP വാക്സിനും യൂസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ നിരന്തരമായിട്ടുള്ള ചുമ വരികയാണെങ്കിൽ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക, ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ സിംറ്റംസ്. ഞാനിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളാണുള്ളത്. തൊലിക്ക് എന്തെങ്കിലും ബ്ലൂ കളറിലുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കും. ഓക്കെ, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലേക്ക് എന്ത് ചെയ്യാം, നെയ്ബറിങ്, ഇപ്പൊ നിങ്ങളുടെ അയൽക്കാർക്കൊക്കെ എന്താണ് ഇങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ഒരു സിംറ്റംസോ കാര്യങ്ങളോ നിങ്ങളോടൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അവരോട് പറയാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുക. പെട്ടെന്ന് തന്നെ എന്താണ് നമുക്ക് രോഗം ഡയഗ്നോസ് ചെയ്യാനും കുട്ടിയെ പെട്ടെന്ന് എന്താണ് ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, പെർട്ടൂസിസ് മനസ്സിലായോ? ആ വാക്സിന്റെ കാര്യം കൂടെ പറയാവോ? ഏതാ മോളെ? ആ വാക്സിനുകളുടെ പറഞ്ഞില്ലേ, DTP വാക്സിൻ പറയാം കേട്ടോ. അതായത് ഈ രോഗം, അതായത് പെർട്ടൂസിസ് എന്ന് പറയുന്ന വില്ലൻ ചുമ എന്ന് പറയുന്ന ആ ഒരു രോഗം, ഡിസീസ് നമുക്ക് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അപ്പൊ പെന്റാവാലന്റ് വാക്സിൻ അതാണ് രോഗികളിൽ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ DPT വാക്സിൻ അല്ലെ, DPT വാക്സിൻ നമ്മൾ കൊടുക്കും. പിന്നെ DTaP കേട്ടോ, ക്യാപിറ്റൽ ലെറ്റർ D, അതുപോലെ ടാപ്പ് TAP, DTaP വാക്സിൻ കൊടുക്കും. ഇത് മൂന്നുമാണ് നമ്മൾ കുട്ടികളിൽ ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കുട്ടികളിൽ. ഇനി കുറച്ചും കൂടി മുതിർന്ന ആളുകളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് TDAP വാക്സിൻ ആണ് കേട്ടോ. TDAP കേട്ടോ, TDAP. നേരെ മറിച്ച് ആദ്യം മൂന്നാമത് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും TDAP വാക്സിൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പെർട്ടൂസിസ് എന്ന് പറയുന്ന ഒരു ഇതിൽ നമുക്ക് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താ ഉള്ളത്? ടെറ്റനസ് അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലേ. ബോറടിക്കില്ലല്ലേ? ബോറടില്ല, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആക്ഷൻ സോങ്ങും അതുപോലെ തന്നെ എന്താണ് റോൾ പ്ലേ ഒക്കെ എന്നോട് ശ്രമിക്കാൻ പറഞ്ഞു. പക്ഷെ അതിനുള്ള സമയം ഇല്ല. നമുക്ക് നോക്കാം കേട്ടോ, ലാസ്റ്റ് ഒരു 5 minutes നോക്കാം കേട്ടോ. ഈ ടെറ്റനസും കൂടി ഒന്ന് പറഞ്ഞു കഴിയട്ടെ. അപ്പൊ നമുക്ക് ഈ സ്ലൈഡ് ആ പാരാഗ്രാഫ് ഒന്ന് കംപ്ലീറ്റ് ആവും. അത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇത് നമുക്ക് ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കുന്നേ ഇല്ല കേട്ടോ, നല്ല ക്ലാസ് ആണ്. നല്ല ക്ലാസ് ആണ്. പറഞ്ഞു വേറൊരു മാം വരുന്നുണ്ട് പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അറിയില്ലെന്ന്, പക്ഷെ ഇപ്പൊ നന്നായിട്ടുണ്ട് കേട്ടോ ക്ലാസ്. താങ്ക് യു. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ.
ഞാനങ്ങനെ ആക്ടിവിറ്റി ഓറിയന്റഡ് അല്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ജിഷ മിസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പൊ എനിക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്, അതുകൂടി നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം എന്നോട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ടെറ്റനസും കൂടി പറഞ്ഞിട്ട് ആരെങ്കിലും ആക്ഷൻ സോങ്ങോ അല്ലെങ്കിൽ റോൾ പ്ലേ ഒക്കെ ഇതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, എന്താ മോളെ ശരണ്യ? അല്ലെ ആക്ടിവിറ്റി എങ്ങനെ സബ്മിറ്റ് ചെയ്യണ്ടേന്ന്? സബ്മിറ്റ് ചെയ്യുന്നതോ? അത് നിങ്ങളുടെ ഇതിൽ ഇട്ടിട്ടില്ലേ? ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ലേ? അതപ്പോ എഴുതിയിട്ട് അതിനകത്ത് അങ്ങ് സബ്മിറ്റ് ചെയ്താൽ മതിയോ? സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ, അങ്ങനെ മതി. ഓക്കെ, അപ്പൊ ടെറ്റനസ് ആണ് പറയുന്നത്. ടെറ്റനസ് എന്ന് പറഞ്ഞാല് നമ്മള് കുതിരസന്നി എന്നും കൂടി ഈ രോഗത്തെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ പണ്ടത്തെ കാലത്തെ ആളുകൾ, നമ്മുടെ അമ്മൂമാര് അപ്പൂപ്പന്മാരൊക്കെ പറയുന്നത് കുതിരസന്നി എന്നായതിനെ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ടെറ്റനസ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാക്കുന്നത് ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ആദ്യത്തേത് നമ്മൾ ഡിഫ്തീരിയയുടെ പറഞ്ഞു, രണ്ടാമത്തേത് പെർട്ടോസിന്റെ ബാക്ടീരിയ പറഞ്ഞു. ഇതുള്ളത് ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയയാണ് ടെറ്റനസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ഒരു ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് മണ്ണിൽ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയയാണ്, ഒരു രോഗാണുവാണ് കേട്ടോ. നമ്മുടെ മണ്ണിലൊക്കെ കാണപ്പെടുന്ന രോഗാണുവാണിത്, ഈ ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമ്മൾ ഈ ചെളിയിലൊക്കെ കളിക്കുമ്പോൾ, ഈ കുട്ടികളൊക്കെ മണ്ണിലും ചെളിയിലൊക്കെ കളിക്കുമല്ലോ, അങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് എന്താണ് ശരീരത്തില് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ മുറിവ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആ മുറിവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഈ ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത് മറ്റു രണ്ട് ബാക്ടീരിയയെ പോലെയല്ല, നമ്മുടെ മണ്ണിൽ ഉണ്ടാവുന്ന ബാക്ടീരിയ ആണ്. നമ്മുടെ മുറിവിൽ, അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മുറിവിലൂടെയാണ് ഈ ഒരു ബാക്ടീരിയ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ടെറ്റനസ് രോഗം ബാധിച്ചാല് നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മാംസപേശികൾ ഉണ്ടല്ലോ നമ്മുടെ, അതായത് നമ്മുടെ ബോഡിയിലുള്ള മസിൽ ഇതുണ്ടല്ലോ, അതൊക്കെ എന്താണ് വലിഞ്ഞു മുറുകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അതാണ് ഒരു പ്രത്യേകത കേട്ടോ. നമ്മുടെ ബോഡിയില് മൊത്തം മസിലുകൾ എന്താണ് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു രോഗം ബാധിച്ചാൽ നമുക്ക് ഉണ്ടാവുക. പിന്നെ അതുകൂടാതെ നമുക്ക് ശ്വാസം എടുക്കുന്നതിന്, ബ്രീത്ത് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മുഖം ഉണ്ടല്ലോ, നമ്മുടെ ഫേസ് ഉണ്ടല്ലോ, ഈ ഫേസിലൊക്കെ എന്താണ് നമ്മുടെ മസിൽസ് എന്താണ് ടൈറ്റ് ആയിട്ട് ഇരിക്കും. അതും ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇതിന്റെ കേട്ടോ. അപ്പൊ ഈ ഫേസിലുള്ള ഈ ഒരു മസിൽസ് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നത് ലോക്ക് ജോ കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ സ്ലൈഡിൽ കണ്ടില്ലേ ടെറ്റനസിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നേ? അതെന്തുകൊണ്ടാ അങ്ങനെ കൊടുത്തേക്കണേ? അതായത് നമ്മുടെ ഈ ഫേസിലെ മസിൽസ് ഒക്കെ അല്ലെ നമ്മുടെ നല്ല ഭംഗിയുള്ള സുന്ദരമായിട്ടുള്ള മുഖമൊക്കെ ഒന്ന് ഓർത്തു വെക്കുക നിങ്ങള്. വലിഞ്ഞു മുറുകിയൊക്കെ ഇരുന്നാൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ? അങ്ങനെയുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ് അതിനെ ലോക്ക് ജോ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നമ്മുടെ ശ്വാസകോശം ഉണ്ടല്ലോ, നമ്മുടെ ലങ്സ്, അതും എന്ത് ചെയ്യും ടൈറ്റ് ആകും. അപ്പൊ നമ്മുടെ ബോഡിയിലെ മസിൽസ് മാത്രമല്ല ടൈറ്റ് ആവുന്നേ, നമ്മുടെ ഫേസിലെ മസിൽസ് ടൈറ്റ് ആവും. കൂടാതെ നമ്മുടെ ലങ്സും എന്ത് ചെയ്യും ടൈറ്റ് ആയിട്ട് ഇരിക്കും. അതാണ് ഈ ഒരു ടെറ്റനസ് എന്ന് പറയുന്ന ഒരു ഡിസീസിന്റെ സിംറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിത് സൂക്ഷിക്കേണ്ടത്, ആഴത്തിൽ നമുക്ക് മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ എന്താ ചെയ്യണേ? ഉടനെ പോയിട്ട് എന്ത് ചെയ്യും? നമുക്കൊരു മുറിവ് പറ്റിയെന്നായിരിക്കും, ഒരു ആണി കുത്തി കയറിയെന്നായിരിക്കാം, നമ്മൾ എന്ത് ചെയ്യും? ഇഞ്ചക്ഷൻ എന്താ എടുക്കണേ? ടിടി അല്ലേ സംഭവം? അത് കേട്ടോ, ടിടി എടുക്കാനായിട്ട് പോയി സംഭവം നമുക്ക് തരുന്ന കേട്ടോ അതിലൂടെ. അപ്പൊ ഈ ഒരു നമുക്ക് നമ്മുടെ ബോഡിയിൽ ആഴത്തിൽ നമുക്ക് മുറിവുകൾ ഉണ്ടെങ്കിൽ എന്താണ് നമ്മള് എന്ത് ചെയ്യണം? ഈ ടെറ്റനസ് അല്ലെങ്കിൽ ടിടി വാക്സിൻ നമ്മള് എടുക്കണം. ഓക്കെ, ഇനി വലിയ രീതിയിലുള്ള മുറിവുകളൊക്കെയാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 10 വർഷം കൂടുമ്പോ എന്ത് ചെയ്യും? നമ്മൾക്ക് ഈ ഒരു ടിടി വാക്സിൻ നമ്മൾ എടുക്കാറുണ്ട്. ഇനി ഗർഭിണികളില്, അതായത് പ്രഗ്നന്റ് ലേഡീസിലാണെങ്കിൽ എന്താണ് ഈ ഒരു വാക്സിൻസ് നമുക്ക് 2 പ്രാവശ്യം എടുക്കും അല്ലെ? എടുത്തിട്ടില്ലേ നിങ്ങൾക്കൊക്കെ?
എടുത്തിട്ടുണ്ടോ? യെസ് മാം. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആദ്യ സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് ആദ്യത്തെ ഏതാണ് എനിക്ക് കറക്റ്റ് അറിയില്ല, ഏത് 3 മന്ത്സിനുള്ളിലാണെന്ന് തോന്നുന്നത് അല്ലേ? 2 മന്ത് ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് ഇത് എടുക്കാറുണ്ട് കേട്ടോ. ഗർഭിണികളിൽ 2 പ്രാവശ്യം എടുക്കാറുണ്ട്. അപ്പോ ഇത് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രഗ്നന്റ് ലേഡീസില് എന്തിനു വേണ്ടിയിട്ട് എടുക്കണേ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും എടുക്കണേ? ഈ ഒരു ക്യാരിയിങ് ആയിട്ടുള്ള ലേഡീസിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു വാക്സിൻ 2 പ്രാവശ്യം എടുക്കുന്നത്? അറിയില്ല. കുട്ടികൾക്ക് ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാൻ. ഓക്കെ, അതായത് നവജാത ശിശുകളിൽ ന്യൂ ബോൺ ബേബീസിന് എന്ത് ചെയ്യാതിരിക്കാൻ, അതായത് ഈ ഒരു ഇൻഫെക്ഷൻ, ടെറ്റനസ് എന്ന് പറയുന്ന ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഗ്നന്റ് ലേഡീസിൽ ഇത് 2 പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ കൊച്ചുകുട്ടികളെയൊക്കെ ഇപ്പൊ അവര് മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ എന്താണ് മുറിവിലൂടെ ഈ ഒരു രോഗാണു കയറിയിട്ട് എന്തുണ്ടാവും? ഈ ഒരു രോഗം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ പട്ടി കടിച്ചു അല്ലെങ്കിൽ പൂച്ച കടിച്ചു, പൂച്ച മാന്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് ഓരോന്ന് എടുക്കില്ലേ? ഇങ്ങനെ എടുക്കുന്നത് എന്താണ്? ഈ പട്ടിയും അതുപോലെ പൂച്ചയും ഒക്കെ എന്താണ് മണ്ണിലൊക്കെ ഇറങ്ങുമ്പോൾ അവരുടെ നഖത്തിൽ കൂടിയൊക്കെ എന്താണ് ഈ ഒരു ബാക്ടീരിയ പറ്റിപ്പിടിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ആ നഖത്തില് പറ്റിപ്പിടിക്കുന്നത് കൊണ്ടാണ് ആ നഖം നമ്മുടെ ബോഡിയിൽ കൊള്ളുമ്പോൾ നമ്മൾ വേഗം പോയിട്ട് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സംഭവം എടുക്കുന്നത്. അല്ലാണ്ട് മൃഗങ്ങളിൽ നിന്ന് നേരിട്ട് നമുക്കൊന്നും ഇത് വരില്ല. ഈ ഒരു സംഭവം, അതായത് ആ ഒരു മൃഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ കൂടുതലായിട്ട് പണ്ട് കാലത്ത് ഇത് കുതിരസന്നി എന്ന് പറയാൻ കാരണം കുതിര അതുപോലെ തന്നെ പശു അവരുടെയൊക്കെ ചാണകത്തിലുള്ള ആ ഒരു ഇത് കൊണ്ടാണ്, അങ്ങനെയുള്ള ഒരു ബാക്ടീരിയ ഇതിനകത്ത് കണ്ടന്റ് ആയിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് കുതിരസന്നി എന്ന് തന്നെ പറയാനായിട്ടുള്ള കാരണം. അപ്പൊ കൂടുതലും ഇങ്ങനെ മൃഗങ്ങളിൽ നിന്നുള്ള നമ്മുടെ ഇതൊക്കെ വരുമ്പോൾ, മുറിവുകളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ ഒരു ബാക്ടീരിയയുടെ അംശം ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഓടിപ്പോയി എന്ത് ചെയ്യുന്നത്? തീറ്റി എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത് ഈ ഒരു ടെറ്റനസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു തവണ ടി എടുത്തു കഴിഞ്ഞാല് പിന്നെ എത്ര ടൈം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടി എടുക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു എടുക്കാറുണ്ട്. ഒരു വർഷം എന്തല്ലേ ഉള്ളു ഡ്യൂറേഷൻ? മന്തിനുള്ളിൽ ഒരു മാസമുള്ളോ? 6 മന്ത് അല്ലേ? ഒരു വർഷം അല്ലല്ലേ? ഇല്ല, ഓക്കെ, 6 months അല്ലേ? 6 months ആണല്ലേ? ഓക്കെ, ഒന്ന് നോക്കിയിട്ട് വരിക കേട്ടോ. 6 months. ഇന്നലെ നമ്മൾ പോളിയോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് ഇന്നലെ തന്നെ പറഞ്ഞു തോന്നണം അല്ലേ? എത്ര പ്രാവശ്യം കൊടുക്കുന്നേ? 7 times. പിന്നെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് ഓക്കെ, 7. ഓക്കെ, അപ്പൊ ഇതാണ് ടെറ്റനസിനെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ക്ലാസ് തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമായിട്ട് വരുന്നുണ്ടോ? ആരെങ്കിലും റോൾ പ്ലേക്കോ അല്ലെങ്കിൽ ആക്ഷൻ സോങ്ങോ ആരുടെങ്കിലും കയ്യിലുണ്ടോ? റെഡിയാണോ ആരെങ്കിലും? ആരുമില്ല? ഷംസ് എന്നോട് പറഞ്ഞു നിങ്ങൾ ഭയങ്കരമായിട്ട് ഇതൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടാ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത് കഴിഞ്ഞു. ഇനി വേറെ ആരാ ചെയ്യുന്നേ? അല്ല, ഓരോരുത്തരുടെ പേര് ഓരോരുത്തർ ഇന്ന ആളുകൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ചെയ്യാത്തവരുടെ പേര് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് പറയുകയാണെങ്കിലേ എന്താണെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യണല്ലോ. ചെയ്യാത്തവര് ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്യാമോ എന്തെങ്കിലും? ഞാൻ ചെയ്തതാ. ശരണ്യ ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ റെഡിയാണോ? അല്ല, ചെയ്തതാ മിസ്സേ. ചെയ്തതാണ് അല്ലേ? ഓക്കെ, അപ്പൊ ആരുമില്ല. ഓക്കെ, എന്നല്ലെങ്കിൽ നിങ്ങൾ ജിഷ മിസ് ഇനി അടുത്ത എന്റെ ക്ലാസ്സിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. റെഡി ആയിട്ട് വരിക. ആരാ വരുന്നേ റെഡി ആയിട്ട്? ആരെങ്കിലും മുന്നോട്ട് വരുമോ? ഞാൻ ചെയ്യാം, റോൾ പ്ലേ ഞാൻ ചെയ്യാം. ഓക്കെ, ആരിഫ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്താൽ മതി കേട്ടോ. ഞാനും ചെയ്യാം മാം. അശ്വനി. ഓക്കെ, വെരി ഗുഡ്. 2 പേര് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു സ്ലൈഡ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇനി മനസ്സിലായില്ലേ എന്താണെന്ന്? മനസ്സിലായി അല്ലേ? ഓക്കെ, മനസ്സിലായി. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത്, നമുക്ക് അതുകൂടി പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, പോളിയോമൈലൈറ്റിസ് കേട്ടോ. ഓക്കെ, പോളിയോമൈലൈറ്റിസ് എന്ന് പറഞ്ഞാല് ഇൻഫാന്റൈൽ പാരലൈസിസ്, അതായത് പിള്ളവാദം എന്ന് പറയും കേട്ടോ.
നമ്മ പറയില്ലേ, അതായത് പോളിയോ വന്നിട്ടാണ് വികലാംഗനായതെന്നൊക്കെ പറയില്ലേ, അതായത് വൈകല്യങ്ങളുള്ള ആളുകളൊക്കെ അവരോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവര് പറയും എന്താണ്, ചെറുപ്പത്തിൽ എനിക്ക് പോളിയോ വന്നാണെന്നൊക്കെ പറയും. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഇനി. ഓക്കെ, അപ്പൊ പോളിയോ മൈലറ്റിസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് മൈൻഡിലൊന്ന് വായിച്ചേ. ആകെ 2 ലൈനുള്ളൂ കേട്ടോ, ഒന്ന് വായിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോ വായിച്ചോ? ഓക്കെ, അപ്പൊ ഈ പോളിയോ എന്ന് പറയുന്ന ഒരു അസുഖം അല്ലെ, അതിന് പിള്ളവാതം എന്നാ പറയുന്നേ. ഇതൊരു വൈറസ് ഇൻഫെക്ഷൻ ആണ്, ഒരു വൈറസ് ബാധയാണ്. വൈറസ് ഉണ്ടാക്കുന്ന രോഗം. നമ്മൾ ഇത്രയും നേരം 3 പറഞ്ഞു കഴിഞ്ഞത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് അല്ലെ. എന്നാല് പോളിയോ എന്ന് പറയുന്നത് നൗഷോ മ്യൂട്ട് ചെയ്യോ? അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ ഈ പോളിയോ എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഇല്ല, സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമാണ് നമുക്ക് ഇതിന് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. മറ്റു രോഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്താണ്, ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് തീവ്ര ക്രിട്ടിക്കൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു അസുഖം, ഈ പോളിയോ എന്ന് പറയുന്ന ഒരു ഡിസീസിന് എന്തില്ല, ട്രീറ്റ്മെന്റ് ഇല്ല. ഓക്കെ, വരാതെ നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇതൊരു എന്താ പറയാ, ഇത് പകരുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് ഫുഡിലൂടെയും അതുപോലെ തന്നെ വാട്ടറിലൂടെയുമാണ് കേട്ടോ. ഓക്കെ, ഫുഡിലൂടെയും വാട്ടറിലൂടെയും ആണ് ഈ ഒരു വൈറസ് നമുക്ക് ഇൻഫെക്റ്റഡ് ആവുന്നത്. പിന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് എന്ത് ബാധിക്കുന്നത്, ഈ ഒരു പോളിയോ എന്ന് പറയുന്ന ഡിസീസ് ഇഫക്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ നാഡീ വ്യവസ്ഥയെയാണിത് ബാധിക്കുന്നത്. പിന്നെ നമ്മുടെ ചലനശേഷിയെ ബാധിക്കുന്നു. ഞാൻ പറഞ്ഞു എന്താണ്, ഡിസബിലിറ്റീസ് ഉണ്ടാവാം, വൈകല്യങ്ങൾ ഉണ്ടാകാം അല്ലെ. കൈയും കാലൊക്കെ എന്താണ്, ചിലപ്പോൾ എന്താണ് തളർന്നു പോയിന്ന് വരാം, ചിലപ്പോൾ പാരലി, അതായത് ഒരു കാലം എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഡിസബിലിറ്റീസ് വരാം, അല്ലെങ്കിൽ ഒരു കൈക്ക്. അപ്പൊ നമ്മുടെ ചലനശേഷിയെ ബാധിക്കുന്ന ഒരു ഡിസീസ് ആണ് എന്ത്, ഈ ഒരു പോളിയോ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എന്താണ്, ഹാർട്ടിനെയും എന്ത് ചെയ്യാം, ഇത് ബാധിക്കാം. ഓക്കെ, അപ്പോ എന്താ പറയാ, അതായത് ഈ ഒരു പോളിയോ വാക്സിൻ എന്താണ്, കൃത്യമായിട്ട് കൊടുക്കുന്നതിലൂടെ, ഇപ്പൊ നവജാത ശിശുക്കളിൽ തുടങ്ങിയിട്ട് അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ രോഗത്തെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, പോളിയോ വാക്സിനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ഒരു ഡ്രോപ്പ് നമുക്ക് പോളിയോ നമുക്ക് തരുമല്ലോ, നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. അതായത് നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കളാണ് എന്തിലൂടെ കൊടുക്കുന്നത്, ഈ ഒരു ഡ്രോപ്പിലൂടെ കൊടുക്കുന്നത്. ആ ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കളാണ് അതിനകത്തുള്ളത്. ആ ഡ്രോപ്പ് നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ എന്താണ്, നമ്മുടെ ബോഡി അതിനെന്ത് ചെയ്യും, അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അതായത് ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കും. ഈ ഒരു ഡ്രോപ്പ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും, ആന്റിബോഡി ക്രിയേറ്റ് ചെയ്യും. അതിലൂടെയാണ് നമുക്ക് ഈ അസുഖത്തെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏതൊരു വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്താലും നമ്മൾക്ക് എന്താണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ വാക്സിൻ ഒക്കെ നമ്മൾ എടുക്കാനായിട്ട് പോയി. ഓക്കെ, അങ്ങനെ പോയി നമ്മൾ തിരിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാകും, വൈകിട്ടാകുമ്പോ പനിയൊക്കെ ഉണ്ടാവാറില്ലേ? നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യമല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യമല്ലേ അത്? എന്തുകൊണ്ട് അങ്ങനെ പനിയൊക്കെ ഉണ്ടാവുന്നേ? ഫോറിൻ പാർട്ടിക്കിൾ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഫീവർ വരുന്നു. അതായത് നമ്മൾക്ക് എന്താണ്, നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്, ആ ആന്റിബോഡി ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആന്റിബോഡി രൂപപ്പെടുത്തുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ
നമുക്ക് പനിയും കാര്യങ്ങളും നമ്മുടെ ബോഡി എന്ത് ചെയ്യാണ് അതിനോട് പ്രതികരിക്കുക ചെയ്യുന്നത്. ഒരു പുതിയ സാധനം, അതായത് ഞാൻ പറഞ്ഞു നിർവീര്യമാക്കപ്പെട്ടിട്ടുള്ള വിഷവസ്തുക്കളാണ് ഈ വാക്സിനുകളിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സാധനം നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴെന്താണ് ആ ബോഡി പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ എന്താണ് ആന്റിബോഡികൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാവണം, പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണേ. പനിയൊക്കെ ഉണ്ടാവണം എന്നാണ് കേട്ടോ പറയുന്നത്. വാക്സിൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ പനിച്ചു പോകണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാവണം, അതൊരു നല്ല സിംറ്റം ആണ് കേട്ടോ, അങ്ങനെ പനി ഉണ്ടാകുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഈ രോഗത്തെ നമുക്ക്, ഏതൊരു രോഗത്തെ ആയാലും, ഇപ്പൊ എന്താണ്, ഇപ്പൊ ഡിഫ്തീരിയ ആയാലും പെർട്ടുസിസ് ആയാലും ടെറ്റനസ് ആയാലും എന്ത് ആകട്ടെ, എന്താണ് ഈ ഒരു രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട്, പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. കുറച്ചും കൂടി ഉണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, റിജോ ഇതൊന്ന് ഞാൻ നിങ്ങൾക്ക് പിക്ചർ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറ്റുമോ? എടുത്തിട്ട് ഇന്നലെ നമ്മള് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് പേര് കൊടുക്കാത്തവര് കുറെ പേരുണ്ട് കേട്ടോ. നമ്മൾ 17 പേരാണ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തത്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. ഇനി വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ഉണ്ടാവുണ്ടോ? ഞാൻ അസീമയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്നെയും കൂടി ആഡ് ചെയ്യണേ. ഓക്കെ ഓക്കെ. വാട്സാപ്പിലല്ലേ? ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ക്രിയേറ്റ് ചെയ്തു. കണ്ടിന്യൂ. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് പോവാല്ലേ? ഓക്കെ, കണ്ടോ? സ്ലൈഡ് കാണുന്നില്ലേ നിങ്ങള്? കണ്ടോ? ഇതാണ് ഡിഫ്തീരിയ കേട്ടോ. കണ്ടോ? ആ വെള്ള പാൽപ്പാട പോലെ ലമീറ്റിന്റെ ഒരു പാടില്ലേ, അതുപോലെ കാണപ്പെടുന്ന സംഭവമാണ് കേട്ടോ. ഇതാണ് ഡിഫ്തീരിയ കേട്ടോ. ഓക്കെ, മാമി, അപ്പൊ ഈ വാഴയുടെ നമ്മൾ 2 സൈഡിലായിട്ടുണ്ടാവില്ല, അതാണോ? അതല്ലല്ലോ. വാഴയുടെ 2 സൈഡിൽ നമ്മൾ ആ വെളുത്ത പാട് പോലെ കാണപ്പെടുന്നില്ലേ? ഓക്കെ, കണ്ടോ? അതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഡിഫ്തീരിയ പെട്ടെന്ന് ഡോക്ടേഴ്സിനെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നേ. ഇനി ഇത് വില്ലൻ ചുമയുടെ ആ ഒരു ഇമേജ് എടുത്തപ്പോ കിട്ടിയതാണ് കേട്ടോ. അല്ല, ഭയങ്കരമായിട്ട് നിർത്താതെയുള്ള ചുമയാണ്. പിന്നെ ഇത് ടെറ്റനസ് കേട്ടോ. കേട്ടോ, മുറിവിലൂടെയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഈ ഒരു സാധനമാണ് നമ്മുടെ കാലിൽ അല്ലെങ്കിൽ എന്താണ് മുറിവൊക്കെ ഉണ്ടാവുമ്പോൾ കയറിയിട്ട് എന്ത് ചെയ്യുന്നത്, മണ്ണിലുണ്ടാകുന്ന ഇതാണെന്ന് പറഞ്ഞല്ലോ, ബാക്ടീരിയ. ഓക്കെ, മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ നമുക്കെന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ മാം. നെക്സ്റ്റ് വീക്ക് കാണാം കേട്ടോ.
ഓക്കെ മാം. താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്.